ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡിഷ് ചൂരപ്പരട്ടാണ്. പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. ആദ്യം തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മൺചട്ടിയാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫിഷിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെളിച്ചെണ്ണ കൂട്ടാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനോട്ട് ഇഞ്ചി കൊച്ചുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. കളർ മാറിയെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കറിവേപ്പിലയാണ് എടുത്ത് വെച്ചത്. 2 കറിവേപ്പില കഴുകിയതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിന് 2 എണ്ണത്തിന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എണ്ണം കൂടുന്നതും കറിക്ക് ടേസ്റ്റ് കൂടുന്നതാണ്. എത്ര വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1.5 സവോളയാണ് എടുത്തിരിക്കുന്നത്. 1.5 സവോള ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം നമുക്ക് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ എരിവ് കുറവ് മതി ആയതുകൊണ്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള എല്ലാം നന്നായിട്ട് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിലോട്ട് ഞാനൊരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ട് അരിഞ്ഞത് കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റിയും കൂട്ടാം. ഞാൻ അവിടെ ചേർത്തിരിക്കുന്ന ഒരു 2.5 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. പൊടികളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികളിടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകൊക്കെ മാറി വരുന്ന ഒരു സമയത്താണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എരിവ് കുറച്ച് വേണ്ടവർക്ക് വേണേൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടെ ആവശ്യാനുസരണം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ഫിഷിനെ ഇട്ട് കൊടുക്കാം. ചൂര മീനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച മീൻ. നന്നായിട്ട് അരപ്പ് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും. 2 സെക്കൻഡ് അങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയ കപ്പ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളം, നമുക്ക് ഒരുപാട് ചാറ് അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു പെരട്ട് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആ ഫിഷ് വേവാന്നുള്ളൊരു വെള്ളം മാത്രം നമ്മൾ നൽകുന്നത്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 2 കറിവേപ്പിലയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഓഫ് ചെയ്ത് വെക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.